ഇന്നലെ ഞാൻ മട്ടാഞ്ചേരിയിലെ കുരിയച്ചൻ്റെ നടയിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുരിയച്ചൻ, ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് പറഞ്ഞത് മിക്കവരും ചോദിച്ചിട്ടുണ്ടായി, എന്തുകൊണ്ടാണ് ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് പറയണമെന്ന്. ഞാൻ ആ വീഡിയോയിൽ കുരിയച്ചന് ഭ്രാന്തുണ്ടെന്നും അതുകൊണ്ടാണ് ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് പറയണമെന്നും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. മട്ടാഞ്ചേരി ബസാർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ കൂനംകുരിശ് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് കുരിയച്ചൻ്റെ നട. മട്ടാഞ്ചേരിയിലെ പുരാതന കുരിശ് 1653 കൂനംകുരിശ് സത്യവുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് പോർച്ചുഗീസ് സഭാധികാരത്തിനെതിരായ പ്രതിജ്ഞക്കായി വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടിയപ്പോൾ കുരിശിൽ കെട്ടിയിരുന്ന കയറിൽ നിരവധി പേര് പിരിച്ച് സത്യം ചെയ്തതോടെ കുരിശ് വളഞ്ഞതായി പറയപ്പെടുന്നു. അതുകൊണ്ടാണ് കൂനംകുരിശ് എന്ന പേര് പ്രസിദ്ധമായത്. പിന്നീട് ഇവിടം കുരിയച്ചൻ്റെ നടയെന്നും വിളിച്ചു പോന്നു. പോർച്ചുഗീസ് വാക്കായ പാന്ത് ക്രൂസ് അഥവാ വളഞ്ഞ കുരിശ് നാട്ടുകാരുടെ ഉച്ചാരണത്തിൽ മാറി മാറി ഭ്രാന്തൻ കുരിശ്, അത് കഴിഞ്ഞ് കുരിയച്ചൻ്റെ നടയന ഭ്രാന്തൻ കുരിയച്ചൻ്റെ നട എന്നും മാറിയതായിട്ടാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. പിന്നെ രണ്ടാമത് ഈ പേര് വരാൻ കാരണം പറയണത് ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മുടെ സ്വർണ്ണോ പണോ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ മോഷണം പോയാൽ ഈ ഒരു കുരിശടിയിൽ വന്നിട്ട് മെഴുകുതിരിയും മാലയൊക്കെ വെച്ച് നേരാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മോഷ്ടാവ് തൊണ്ടി മുതലുമായ ഉടമസ്ഥൻ്റെ മുന്നിൽ വന്ന് മാപ്പ് പറയുമെന്നാണ് വിശ്വാസം. ഇനി അഥവാ മോഷണം നടത്തിയ ആ വ്യക്തി ആ സാധനം തിരികെ നൽകാൻ തയ്യാറായില്ലെങ്കിൽ കുരിയച്ചൻ്റെ കോപം കാരണം അയാളുടെ മാനസിക നില തെറ്റുമെന്നും തെരുവിലൂടെ അലയേണ്ടി വരുമെന്നാണ് പറയണത്. കള്ളന്മാർക്ക് ഭ്രാന്ത് കൊടുത്ത് ശിക്ഷിക്കുന്ന കുരിശായതിനാലാണ് ഇതിനെ ഭ്രാന്തൻ കുരിയച്ചൻ എന്ന് പറയുന്നതാണ് വേറൊരു വിശ്വാസം. ഭ്രാന്തൻ കുരിയച്ചൻ എന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് മട്ടാഞ്ചേരിയിലെ ചരിത്ര പ്രസിദ്ധമായ കൂനംകുരിശ് ചർച്ചിലെ ഒരു വിശുദ്ധ കുരിശിനെ നാട്ടുകാർ സ്നേഹത്തോടെയും ഭയഭക്തിയോടെയും വിളിക്കുന്ന പേരാണത്. ഇതൊക്കെ ചരിത്ര രേഖകളേക്കാൾ മട്ടാഞ്ചേരിയിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളും കഥകളും ഒക്കെ ആണ് ട്ടാ. ഇന്ന് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് ആളുകളാണ് പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളും മെഴുകുതിരികൾ കത്തിക്കാനും തങ്ങളുടെ സങ്കടങ്ങളും പറയുവാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് ട്ടാ.